കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 308 ആയിരിക്കും. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ടാസ്ക് വെക്കുന്നുണ്ട്. 500 ലൈക്സ് ഒരു ടാർജറ്റ് ആയിട്ട് ഞാനിവിടെ വെക്കുവാണ്. കഴിഞ്ഞൊരു 6 വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഒന്നിലും 500 ലൈക്സ് അച്ചീവ് ചെയ്തിട്ടില്ല. സോ ഈ വീഡിയോക്കെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അതേപോലെ നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തിയേക്കണം. സോ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ ഈ 4 പേർക്ക് എന്റെ കൺഗ്രാചുലേഷൻസ്. ഇതേപോലെ നിങ്ങളുടെ പേരും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് അവർ രണ്ടുപേരും കൂടെ സെനോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അവൻ അവിടെ ഫിൻഡറിൽ പറയുന്നുണ്ട്, ലാംഗ്രസിന് അധിക നേരമൊന്നും ഈ ബാറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇത് സെറ്റിൽ ചെയ്യണം. സ്പെഷ്യൽ മാജിക്കും അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ഉള്ള ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്ത് അവർ നന്നായിട്ട് തന്നെ സെനോനെ പറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയാം നിനക്ക് എത്ര വേഗം ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന്, എത്ര സമയം എടുത്തിട്ടാണ് നീ ടെലിപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അടുത്ത അറ്റാക്ക് നിന്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സെനോൺ ഒരു അറ്റാക്ക് ചെയ്യും. എന്നാൽ ഇവിടെ ഞെട്ടിപ്പിക്കുന്ന എന്തെന്ന് വെച്ചാൽ സെനോൺ പ്രെഡിക്റ്റ് ചെയ്ത സ്ഥലത്ത് അവർ വന്നില്ല. അതിന് വരെ സെനോന്റെ തൊട്ട് പുറകെ വന്ന് നിൽക്കും. പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് തന്നെ സർപ്രൈസ്ഡ് ആയി പോകും. ഞാൻ എന്റെ മാന മെത്തേഡ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത അറ്റാക്കിൽ ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം. നിന്റെയൊക്കെ ഡിഫൻസ് എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ലാംഗ്രസിന്റെ അറ്റാക്ക് സ്പേസിന്റെ അകത്തുകൂടിയാണ് പോകുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാംഗ്രസ് സെനോനെ രണ്ടായിട്ട് മുറിച്ചു കളയും. പുള്ളിക്കാരന്റെ നെഞ്ചത്തൂടെ വെട്ടി 2 കഷ്ണമാക്കും. ഇതേ സമയം ആ ക്യാസലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് തെറിച്ചു പോയ നമ്മുടെ യൂണോ കണ്ണ് തുറക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കണ്ണ് തുറക്കാൻ നേരത്ത് നമ്മുടെ സ്പേഡ് കിങ്ഡത്തിലെ ഒരു ഗ്രിമ്മോർ ടവറിന്റെ അകത്താണ്. സെനോൺ അവിടെ ലാംഗ്രസിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂണോ തലപ്പൊക്കി നോക്കാൻ നേരത്ത് പുള്ളിക്കാരൻ കാണുന്നത് ലാംഗ്രസിനെ അതേപോലെ ഫിൻറലിനെ നമ്മുടെ സെനോൺ നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ്. എല്ലാത്തിനെയും ഇറേസ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ മാജിക്കിന് പോലും ഒരു ഡെവിലിന്റെ ഹെയർ ട്യൂബ് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. അവൻ ആസ്റ്റയുടെ കൂടെയുള്ളവനല്ലേ, അത് തന്നെ ലാംഗ്രസിന്റെ ബ്രദർ. അയ്യോ, ഇപ്പൊ അവർ രണ്ടുപേരും മരിക്കുമല്ലോ. രണ്ടുപേരും ഇപ്പൊ സെനോൺ കൊല്ലും. എന്ത് അവസ്ഥയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു അറ്റാക്ക് പോലും അവന്റെ മേത്ത് ഒന്നും തന്നെ ഏൽപ്പിച്ചില്ല. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ എന്ത് കാണിക്കാം? സെനോൺ അപ്പൊ പറയുന്നുണ്ട്, ഈ മത്സരത്തിൽ ഞാനാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ യൂണോ മനസ്സിൽ കിടന്ന് ചിന്തിക്കുന്നുണ്ട്, എന്ത് അവസ്ഥയാണ്, ഞാൻ വീണ്ടും തോറ്റുപോയി. എന്റെ എത്രയധികം കമ്പാനിയൻസ് ആണ് മരിച്ചത്. ഇതിനു വേണ്ടിയാണ് എന്റെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത്, അത്രയും പ്രാക്ടീസ് ചെയ്തത്. ഇത് അവസാനമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യൂണോ അവിടെ കിടന്ന് പൊട്ടിക്കരയുവാണ്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. എന്റെ എത്രയധികം കമ്പാനിയൻസ് ആണ് എന്റെ മുമ്പിൽ നിന്ന് മരിച്ചത്. അവർക്ക് എല്ലാവർക്കും ഞാൻ വാക്ക് കൊടുത്തതാണ്. എന്തിന്? ആസ്റ്റൊക്കെ ഞാൻ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ഇവിടെ തീരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ ഉള്ള ആരോഗ്യം എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ എഴുന്നേക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ യൂണോടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ലൈറ്റ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ആ ലൈറ്റ് യൂണോടൊക്കെ പറയുകയും ചെയ്യും, ഞാൻ നീയാണ്, നിന്റെ സ്ട്രെങ്ത് എനിക്കും കൂടെ ഉള്ളതാണ്, എന്റെ സ്ട്രെങ്ത് നിനക്കും കൂടെ ഉള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ യൂണോയ്ക്ക് ഒരു പുതിയൊരു ഗ്രിമ്മോർ കൂടെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. യൂണോ വളരെയധികം സർപ്രൈസ് ആണ്. ഇതെന്തുവാണ്, ഒരു ഗ്രിമ്മോർ അല്ലേ? പെട്ടെന്ന് നമ്മുടെ ക്യാസിലെ തൊട്ട് മുകളിൽ കുറേയധികം വെളിച്ചം വരും. അത് കണ്ടുവന്ന എല്ലാവർക്കും മനസ്സിലായി ഇത് യൂണോയുടെ പവേഴ്സ് ആണെന്ന്. ഞാൻ അവരെ രക്ഷിക്കും. എന്റെ ക്യാപ്റ്റനെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ രക്ഷിക്കും. ഈ കിങ്ഡത്തിനെ രക്ഷിക്കും. എന്നിട്ട് ഞാൻ ഒരു വിസാർഡ് കിങ് ആയി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് യൂണോ തന്റെ 2 ഗ്രിമോറും വെച്ചുകൊണ്ട് സെനോന്റെ നേരെ വന്ന് നിന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. നാളത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ജൂലിയസ് ഇല്ലേ, പുള്ളിക്കാരൻ എത്രാമത്തെ വിസാർഡ് കിങ് ആണെന്ന് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞേക്ക്.